ചെങ്കൊടി തണലുമാറി ഇപ്പുറത്ത് യു ഡി എഫിൻ്റെ ക്യാമ്പിലെത്തിയ ജി സുധാകരൻ ഇപ്പോൾ ഞെരിപിരി കൊള്ളുകയാണ്. എന്തിനും പ്രതിഷേധിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെയൊക്കെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ നാഴികയ്ക്ക് 40 വട്ടം യു ഡി എഫിലെ മുന്നണികളെ, യു ഡി എഫിൻ്റെ MLA-മാരെ, യു ഡി എഫിൻ്റെ പഞ്ചായത്ത് അംഗങ്ങളെയൊക്കെ വിമർശിക്കുക ജി സുധാകരന് ശീലമായിരിക്കുന്നു. CPM നേതാക്കളെയൊക്കെ പഴിച്ചു, നാസറിനെ, സലാമിനെ ഒക്കെ പഴിച്ചു. പിണറായി വിജയനെ ഒഴിച്ച് ബാക്കി എല്ലാവരും ജി സുധാകരൻ്റെ പഴി കേട്ടവരാണ്. സജി ചെറിയാൻ, AK ബാലൻ, അങ്ങനെ തുടങ്ങി എല്ലാവരും കേട്ടു, എല്ലാവരെയും തെറി പറഞ്ഞു. സ്വതന്ത്രനായി നിന്ന് അമ്പലപ്പുഴയിൽ വിജയിച്ചു. അതോടുകൂടി ലോകം കീഴടക്കി എന്നാണ് സഖാവ് ജി സുധാകരൻ്റെ ചിന്ത. അദ്ദേഹം മുസ്ലിം വോട്ടർമാരെ, മലപ്പുറത്തെ മുസ്ലിം വോട്ടർമാരെയൊക്കെ അധിക്ഷേപിച്ചു പറഞ്ഞു. അതിനെ തുടർന്ന് ലീഗ് അതൃപ്തിയിലാണ്. ജി സുധാകരനെ ഒന്ന് താക്കീത് ചെയ്യണം, എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ കോൺഗ്രസിനകത്തുള്ള ചിന്ത, യു ഡി എഫിനകത്തുള്ള ചിന്ത എന്താണ്? പൂച്ചയ്ക്ക് ആര് മണി കെട്ടും? ജി സുധാകരനല്ലേ, അദ്ദേഹം മുതിർന്ന നേതാവല്ലേ, പ്രായം കൂടിയ ആളല്ലേ, ഏറ്റവും പ്രായം കൂടിയ ആളല്ലേ, അദ്ദേഹം അങ്ങനെ പറയട്ടെ എന്ന് വിട്ടയക്കാം എന്നാണ് യു ഡി എഫിൻ്റെ ഒരു വിഭാഗം നേതാക്കളുടെ ചിന്ത. പക്ഷേ മുസ്ലിം ലീഗിന് അതൃപ്തിയുണ്ട്. അതുപോലെ ആലപ്പുഴ ജില്ലയിലെ തണ്ണീർമുക്കത്തും വെള്ളക്കെട്ട് പ്രദേശങ്ങളിലുമൊക്കെ റജി ചെറിയാൻ എന്ന് പറയുന്ന MLA സന്ദർശിച്ചു. കേരള കോൺഗ്രസ്സുകാരനാണ്. ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ അടുത്ത ആൾ അനൂപ് ജേക്കബിനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. അടുത്ത ആളായതുകൊണ്ട് MLA-ക്ക് തോന്നിയപാട് തൻ്റെ മണ്ഡലത്തിലൊക്കെ കയറി ഇറങ്ങി നടക്കാൻ പറ്റുമോ എന്ന് അധിക്ഷേപം അങ്ങോട്ട്. അപ്പോൾ കേരള കോൺഗ്രസും ജി സുധാകരനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. കേരള കോൺഗ്രസുകൾ അനൂപ് ജേക്കബും അതുപോലെ തന്നെ KC ജോസഫും ഒക്കെ തിരിഞ്ഞിട്ടുണ്ട്. എന്തിനാണ് സുധാകരൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു മുന്നണിയല്ലേ, ഭരണമുന്നണിയിൽപ്പെട്ട ആളുകളല്ലേ, ഒത്തൊരുമിച്ച് സഹകരിച്ച് പോകേണ്ടവരല്ലേ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ. അങ്ങനെ ലീഗും കേരള കോൺഗ്രസും ജി സുധാകരനെതിരെ തിരിഞ്ഞിട്ടും അനങ്ങാപ്പാറ നയമായിരുന്നു യു ഡി എഫിലെ മുതിർന്ന നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടായിരുന്നത്. മുതിർന്ന ആളല്ലേ, എന്തും പറഞ്ഞോട്ടെ എന്നൊരു ഭാവം. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ ഒരു പഞ്ചായത്തിൽ പരിപാടിക്ക് പോയ ജി സുധാകരനെതിരെ അവിടുത്തെ ഇടതുമുന്നണി പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നതും കയ്യാങ്കടിയുടെ വശത്തെത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആ പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. അപ്പോൾ UDF ഭരിക്കുന്നിടത്ത് LDF-കാർ എന്തിനിങ്ങനെ പ്ലക്കാർഡ് ഉയർത്തി, അല്ലെങ്കിൽ എനിക്കെതിരെ മുദ്രാവാക്യങ്ങൾ എഴുതി വെച്ചു, അത് കോൺഗ്രസ്സുകാർ അറിഞ്ഞിട്ടല്ലേ എന്ന ഒരു ചോദ്യമാണ് സുധാകരൻ ഉന്നയിക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. സുധാകരൻ എന്ന പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് ചിന്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും അവിടെയുള്ള കോൺഗ്രസ്സുകാരും ഒത്തൊരുമിച്ച് നിന്ന് സുധാകരനെതിരെ എന്തെങ്കിലും പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികം മാത്രമാണ്. പക്ഷേ സുധാകരൻ വിട്ടുകൊടുക്കുമോ? കഴിഞ്ഞ ഞായറാഴ്ച ചെന്നിത്തലയെ കൂടെ കിട്ടി. ചെന്നിത്തലയെ മുഖത്തിരുത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ പാർട്ടിക്കാർ എനിക്കെതിരെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ഗുണ്ടകളുമായി ചില ചങ്ങാട്ടത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, അത് നല്ല ഏർപ്പാടല്ല എന്ന് ചെന്നിത്തലയെ വേദിയിലിരുത്തിക്കൊണ്ടാണ് ജി സുധാകരൻ വിമർശനം ഉന്നയിച്ചത്. ചെന്നിത്തല ചിരിച്ചു തള്ളുന്നതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ അകം പൊള്ളുന്നുണ്ടാകണം, പുകയുന്നുണ്ടാകണം. കാരണം തീക്കൊള്ളി കൊണ്ടാണല്ലോ തല ചൊറഞ്ഞത്. ഇലക്ഷന് ഒരല്പം വോട്ട് കിട്ടും, വിജയിക്കുമെന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ ജി സുധാകരൻ ഇങ്ങോട്ട് ക്ഷണിച്ചതാണ്. ഇപ്പോൾ വന്നു കയറിയിട്ട് എന്താണ്, ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതുപോലെ, അല്ലെങ്കിൽ ഹനുമാൻ ലങ്ക കെട്ടിച്ചതുപോലെ വാലിൽ തീ കൊളുത്തി നടക്കുകയാണ്, എല്ലാം കത്തിച്ച് പൊളിച്ചെടുക്കാൻ. ഇത് വച്ചുപൊറുപ്പിക്കാൻ പറ്റുമോ എന്ന് ചെന്നിത്തലയും ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടാകണം. ഏതായാലും സുധാകരൻ ഇതൊന്നും കണ്ട് വായടയ്ക്കുമെന്നോ നിശബ്ദനാകുമെന്നോ നമ്മൾ കരുതേണ്ടതില്ല. അദ്ദേഹം ഇനിയും വിമർശിക്കും. പ്രത്യുത അദ്ദേഹം ഒരു കവിയാണ്, കമ്മ്യൂണിസ്റ്റുകാരനുമാണ്. അതുകൊണ്ട് ധിക്കാരമൊക്കെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നു പോയി. അതുകൊണ്ട് അദ്ദേഹം എല്ലാത്തെയും ധിക്കരിച്ചുകൊണ്ട് ഇരിക്കും.